Hi students, welcome back to KA Focus. ഇന്ന് നമ്മൾ +1 ഫിസിക്സിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. പ്രൊജക്ടൈൽ മോഷൻ. എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണേ. നമുക്ക് ആദ്യം തന്നെ എന്താ പ്രൊജക്ടൈൽ മോഷൻ നമുക്ക് നോക്കാം. പ്രൊജക്ടൈൽ മോഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എ ബോഡി അല്ലെങ്കിൽ an object projected with initial velocity and it is moving under the influence of അല്ലെങ്കിൽ moving under the force of gravity alone is called projectile motion. Okay, definition എന്താ പറയുന്നത്? ഓക്കെ, എ ബോഡി പ്രൊജക്റ്റഡ് അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് വിത്തിന് പകരം നമുക്ക് എന്ത് പറയാം? ബോഡി ഈസ് ഗിവൺ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് എഴുതിയാലും മതി കേട്ടോ. ഈ പ്രൊജക്റ്റഡ് എന്നുള്ള വേർഡ് എഴുതണമെന്നില്ല. എ ബോഡി ഈസ് ഗിവൺ ഇനിഷ്യൽ വെലോസിറ്റി ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് അണ്ടർ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അലോൺ. പിന്നെ അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് മാത്രമായിരിക്കണം അത് മൂവ് ചെയ്യുന്നത്. അതിനകത്ത് വേറെ ഒരു വിധത്തിലുള്ള ഫോഴ്സും ആക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള മോഷനെ നമ്മൾ എന്ത് പറയും? പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയും. നമുക്കതൊന്നുകൂടി നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണത് വരുന്നതെന്നുള്ളത്. ഒരു ഓബ്ജക്റ്റ്, ഇതിപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലെവലാണ് അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ലെവലാണെന്ന് വിചാരിച്ചോളൂ. ഇതിന് ഒരു വെലോസിറ്റി കൊടുത്തിട്ട് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എറിയുവാണ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുവാണ്. ഇതിവിടെയായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത ആ വെലോസിറ്റി കാരണം അതിനവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. നമ്മൾ എറിയുമ്പോൾ കിട്ടുന്ന ആ വെലോസിറ്റി കാരണം ഈ ഓബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ ഇതിങ്ങനെ മൂവ് ചെയ്ത് വരുമ്പം ഇവിടെ ആരിതിനെ താഴത്തോട്ട് പുള്ള് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതിനെ താഴത്തേക്ക് പുള്ള് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ആക്സലറേഷൻ എങ്ങോട്ട് വരുന്നുണ്ട്? താഴത്തോട്ട് വരുന്നുണ്ട്. കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇതിനെ താഴത്തോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ ഫോഴ്സ് കാരണം ഇതിങ്ങനെ നേരെ അങ്ങ് പോകാതെ എന്ത് ചെയ്യും? പതുക്കെ താഴത്തോട്ട് വരാനായിട്ട് തുടങ്ങും. കുറേ കഴിയുമ്പോൾ ഇത് ഗ്രൗണ്ട് ലെവലിൽ എത്തും. ഈ മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊജക്ടൈൽ മോഷൻ. അതായത് ഒബ്ജക്റ്റിന് നമ്മൾ ആദ്യം ഒരു ഇനിഷ്യൽ വെലോസിറ്റി കൊടുത്തു, പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കാരണമാണ്. An object is given initial velocity and it is moving under the influence of gravitational force. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇത് നേരെ ഇങ്ങനെ അങ്ങ് പോയേനെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് ഇതിങ്ങനെ പതുക്കെ 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 താഴത്തേക്ക് വരാൻ തുടങ്ങുന്നത്. കുറേ കഴിയുമ്പോഴത്തേക്ക് നേരെ ഇങ്ങനെ താഴത്തോട്ട് എത്തും, ഗ്രൗണ്ടിലെത്തും. അതായത് നമ്മൾ എവിടെ നിന്നാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത് ആ ലെവലിൽ തന്നെ ഇത് എത്തും. ഇപ്പം ക്ലിയർ ആയോ പ്രൊജക്ടൈൽ മോഷൻ എന്താണെന്നുള്ളത്? ഇനി ഈ ഓബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഒരു മാക്സിമം ഹൈറ്റിൽ എത്തിയിട്ടാണ് ഇത് നേരെ താഴത്തേക്ക് വരുന്നത്. ശരിയാണോ? ഇതിനെയാണ് നമ്മൾ ഈ പ്രൊജക്ടൈൽ മോഷൻ്റെ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദി പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഈ മോഷൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ്. ഇനി ഇവിടെ നിന്നാണ് ഞാൻ ഈ ഓബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്തത്. ഇത് വന്ന് വീണത് ഇവിടെയാണ്. എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറയും? റേഞ്ച് എന്ന് പറയും. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് റേഞ്ച് എന്ന് പറയും. ഇനി ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന ഓബ്ജക്റ്റ് ഇതിലേ എത്തി ഇങ്ങനെ വന്ന് ഇവിടം വരെ എത്താനായിട്ട് എടുക്കുന്ന ടൈമിന് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയും. ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒരു ഓബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്താൽ അത് മാക്സിമം എത്ര ഹൈറ്റ് വരെ എത്തും, അത് ഹൊറിസോണ്ടലായിട്ട് അത് എത്ര ദൂരം വരെ ട്രാവൽ ചെയ്യും, ഇനി ഈ ഫുൾ പ്രൊജക്ടൈൽ മോഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കും, മാക്സിമം ഹൈറ്റ്, റേഞ്ച്, ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇത് 3ഉമാണ് നമുക്ക് അറിയേണ്ടത്. ഇനി നമുക്കൊരു കാര്യം കൂടി നമുക്കിവിടെ നോട്ട് ചെയ്യാം. ഇത് y ആക്സിസ് ആണ് അല്ലേ? ഈ വെലോസിറ്റി u ഇതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? u കോസ് തീറ്റ. തീറ്റയുടെ അടുത്ത് വരുന്ന സൈഡാണ്, അഡ്ജസൻറ്റ് സൈഡാണ്. അഡ്ജസൻറ്റ് സൈഡ് എപ്പോഴും എന്തായിരിക്കും? കോസ് കമ്പോണൻ്റ് ആയിരിക്കും. അതുപോലെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്, അതായത് തീറ്റ എടുക്കുമ്പോൾ
ദൂരെ കിടക്കുന്ന കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കമ്പോണൻറ്റ് എപ്പോഴും എന്തായിരിക്കും? യു സൈൻ തീറ്റ ആയിരിക്കും. ഓർത്തിരിക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ പറയുന്നത്. തൊട്ടടുത്ത് വരുന്നത് അഡ്ജസ്റ്റൻ്റ് ആയതുകൊണ്ട് കോസ് തീറ്റ ആയിരിക്കും. യു എന്ന് പറയുന്നത് തൊട്ടടുത്ത് വരുന്നതല്ല, ഓപ്പോസിറ്റ് സൈഡ് വരുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറിയിരിക്കുന്നതുകൊണ്ട് യു സൈൻ തീറ്റ എന്ന് വരും. നമ്മൾ ഓൾറെഡി വെക്ടറിനകത്ത് കമ്പോണൻസ് റിസോൾവ് ചെയ്യുന്ന പഠിക്കുന്നുണ്ട്, കോസ് കമ്പോണൻറ്റും സൈൻ കമ്പോണൻറ്റും. ഓക്കെ, അങ്ങോട്ട് പോകുന്നില്ല. തൽക്കാലം ഇപ്പം ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു സൈൻ തീറ്റയും ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു കോസ് തീറ്റയും ആയിരിക്കും. യു കോസൈൻ തീറ്റ വെർട്ടിക്കൽ കമ്പോണൻറ്റും യു കോസ് തീറ്റ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ആയിരിക്കും. ഇനി ഈ ഓബ്ജക്റ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത്, ഇവിടെ ഇരിക്കുന്ന ഓബ്ജക്റ്റ് മൂവ് ചെയ്ത് ഇവിടം വരെ എത്തിയെന്ന് വിചാരിച്ചു. ഇവിടം വരെ എത്തുമ്പോഴും നമ്മൾ ഇതിൻ്റെ വെലോസിറ്റി നോക്കുമ്പോഴത്തേക്കും സൈൻ തീറ്റ കമ്പോണൻ്റ് ആയിരിക്കും. ഇങ്ങോട്ട് വരുമ്പോൾ ഇതെന്തായിരിക്കും? യു കോസ് തീറ്റ കമ്പോണൻ്റ് ആയിരിക്കും. പക്ഷേ ഇത് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയതുകൊണ്ട് തന്നെ ആര് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും? വെർട്ടിക്കൽ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വെർട്ടിക്കൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യും, പക്ഷേ ഈ യു കോസ് തീറ്റ എന്ന് പറയുന്നതിന് മാറ്റമൊന്നും വരത്തില്ല. ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഇനി ഏതൊരു ഒബ്ജക്റ്റിനെ നമ്മൾ മുകളിലോട്ട് എറിയുവാണെങ്കിൽ മാക്സിമം ഹൈറ്റിലെത്തും അതിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് മാറും. എന്നിട്ടാണ് അത് താഴേക്ക് വരാനായിട്ട് തുടങ്ങുന്നത്. പക്ഷേ ഈ കേസിൽ ഇവിടെ എത്തുമ്പം ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിന് ഒരു മാറ്റവും വരത്തില്ല, അത് അതുപോലെ തന്നെ നിൽക്കും. പക്ഷെ വെർട്ടിക്കൽ വെലോസിറ്റി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതായത് സൈൻ കമ്പോണൻറ്റ് 0 ആയിട്ട് മാറും. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിന് മാറ്റമൊന്നും വരത്തില്ല, അത് അതുപോലെ തന്നെ നിൽക്കും. താഴോട്ട് വരും തുടങ്ങുമ്പോഴോ ഈ പോയിന്റിലെത്തി, അപ്പോഴും യു കോസ് തീറ്റ അതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. പക്ഷെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ത് ചെയ്യും? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും, നേരെ താഴത്തേക്കാവും. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഓക്കെ, ഉറപ്പായിട്ട് നമുക്കിവിടെ പ്രൊജക്റ്റൈൽ മോഷൻ എന്താണെന്നും പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഡെഫിനിഷൻ എഴുതാനും ഒക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാം, ഡിഫൈൻ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാം. അത് കൂടാതെ എന്തൊക്കെ ചോദിക്കാം? പ്രൊജക്റ്റൈൽ മോഷൻ്റെ പ്രൊജക്റ്റൈൽ വെലോസിറ്റിയുടെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലെ? വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് പ്രൊജക്ഷൻ ഏതാണെന്ന് ചോദിക്കാം. യു സൈൻ തീറ്റ. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആരായിരിക്കും? യു കോസ് തീറ്റ ആയിരിക്കും. ഇനി ത്രൂ ഔട്ട് ദി പ്രൊജക്റ്റൈൽ മോഷനകത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്? യു കോസ് തീറ്റയാണ്. യു സൈൻ തീറ്റ മാറിക്കൊണ്ടേയിരിക്കും. യു കോസ് തീറ്റ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, മാറത്തില്ല. അതുപോലെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് ആരാണ്? യു സൈൻ തീറ്റയാണ്. വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആകത്തില്ല, അത് കോൺസ്റ്റൻ്റ് ആണ്. കാര്യം എന്താ? ഇവിടെ വരുമ്പോൾ ഇത് മുകളിലോട്ടാണ്, മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ 0 ആണ്, പിന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഡയറക്ഷൻ താഴേക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി പ്രൊജക്റ്റൈൽ മോഷൻ്റെ പാത്ത് എന്തുമായിരിക്കും? പാരാബോള. പാരാബോള കണ്ടോ? ഇപ്പോൾ എത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ എഴുതാനായിട്ട് പഠിച്ചു, പിന്നെ പാത്ത് എന്താണെന്ന് പഠിച്ചു, കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റീസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു, സൈൻ കമ്പോണൻറ്റും ഉണ്ട് കോസ് കമ്പോണൻറ്റും ഉണ്ടെന്ന് പഠിച്ചു, കോസ് കമ്പോണൻറ്റ് കോൺസ്റ്റൻ്റ് ആണെന്ന് പഠിച്ചു, വേരി ചെയ്യുന്നത് ആരാണെന്നും പഠിച്ചു. ക്ലിയർ ആയോ? ഇനി ഇതിനകത്ത് നമുക്ക് കിട്ടാവുന്ന ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ളത്, റേഞ്ച് കണ്ടുപിടിക്കാനുള്ളത്, ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുള്ളത്. കണ്ടോ ക്വസ്റ്റ്യൻ? ഡിറൈവ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് ഓഫ് പ്രൊജക്റ്റൈൽ മോഷൻ. 3 കൂടി ഒന്നിച്ച് ചോദിക്കില്ല, ഏതെങ്കിലും ഒന്നൊക്കെ നമുക്ക് ചോദിക്കത്തുള്ളൂ എക്സാമിന്. 3 ഡെറിവേഷനും കൂടെ ഒന്നിച്ച് എഴുതാനായിട്ട് നമുക്ക് എക്സാമിന് സാധാരണ ചോദിച്ച് കാണാറില്ല. ക്ലാസ് ടെസ്റ്റൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ ഇരുന്ന ടെസ്റ്റൊക്കെ ആകുമ്പോൾ ചോദിക്കാം. അല്ലാതെയുള്ള നമ്മുടെ പബ്ലിക് എക്സാം, മോഡൽ എക്സാം ഒക്കെ ആയിട്ടുള്ള മെയിൻ എക്സാംസിനൊന്നും 3 എണ്ണം കൂടി ഒന്നിച്ച് എഴുതാനായിട്ട് ചോദിക്കാറില്ല. ഏതെങ്കിലും ഒരെണ്ണം വീതമായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്, 3ഉം പഠിച്ചിട്ടോണം. 3 മാറിയും തിരിഞ്ഞും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രമേ ചോദിക്കുകയുള്ളൂ എന്നൊന്നുമില്ല, 3ഉം ചോദിക്കാറുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ഇമ്പോർട്ടൻറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ഫസ്റ്റ് കേസ് നമുക്ക് മാക്സിമം ഹൈറ്റ് എന്താണെന്ന് നോക്കാം. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ എന്താ? നമ്മളിവിടെ പറഞ്ഞു ഈ ഡിസ്റ്റൻസ് ആണ്, അല്ലേ? എന്ന് വെച്ചാൽ മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി പ്രൊജക്റ്റൈൽ. അതായത് ഈ പ്രൊജക്റ്റൈൽ ട്രാവൽ ചെയ്യുന്ന മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
മാക്സിമം ഹൈറ്റ് ഓഫ് ദി പ്രൊജക്റ്റൈൽ അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റ് അറ്റൈൻ ബൈ ദി പ്രൊജക്റ്റൈൽ. നമ്മളിവിടെ വെർട്ടിക്കൽ മോഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുമ്പം ഇതിനാദ്യം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി ഏതാ? ഇനിഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ യു ഈക്വൽ ടു അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി യു ഈക്വൽ ടു നമുക്ക് യു സൈൻ തീറ്റ എന്ന് എടുക്കാം. മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ വെലോസിറ്റി എന്തായിരുന്നു? 0 ആയിട്ട് മാറും അല്ലേ? എന്ന് വെച്ചാൽ വി ഈക്വൽ ടു 0. ഇനി ആക്സലറേഷൻ എന്തായിരുന്നു? ആക്സലറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കാരണം ഉള്ളതാന്ന് പറഞ്ഞു. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഇതിനെ താഴത്തേക്ക് അട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ -g v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. v എന്ന് പറയുന്നത് 0 ആണ്. u എന്ന് പറയുന്നത് u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയാണ്. g -g ആണ് അല്ലേ? അപ്പം നമുക്കിവിടെ മൈനസ് കൊടുത്തേക്കാം. 2 ഉണ്ട്, g ഉണ്ട്. ഇനി s എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് h ആണ്. അല്ലെങ്കിൽ 2gh ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് നമുക്ക് കിട്ടും. h ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. മാക്സിമം ഹൈറ്റിൻ്റെ എക്സ്പ്രഷൻ കിട്ടി കണ്ടോ? h ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദി ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദി പ്രൊജക്റ്റൈൽ മോഷൻ. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുന്നു. ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ യു ഈക്വൽ ടു യു സൈൻ തീറ്റ എന്ന് എടുക്കുന്നു. ആക്സലറേഷൻ ഈക്വൽ ടു -g എന്ന് തന്നെ എടുക്കുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈക്വൽ ടു നമുക്കറിയാം ut പ്ലസ് ഹാഫ് at സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ. ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ. ഈ ഓബ്ജക്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ തന്നെ വരുന്നു. ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നു, ഇവിടെ വരുന്നു. എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നുണ്ടോ ഇവിടെ? ഇല്ല. ഹൊറിസോണ്ടൽ ലെവൽ അത് തന്നെയാണ്. വെർട്ടിക്കൽ ലെവലിൽ മാത്രമേ ഇത് ഇത്രയും ഹൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നുള്ളൂ. ഹൊറിസോണ്ടൽ ലെവലിൽ ഇത് ഇത്രയും തന്നെ ഡിസ്റ്റൻസിൽ തന്നെ നിൽക്കുകയാണ്, ഈ ഹൈറ്റിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നില്ല. എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ ഏത് ലെവലിൽ നിന്നാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് അതേ ലെവലിൽ തന്നെയാണ് അത് വന്ന് വീഴുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഡിസ്റ്റൻസ് 0 അല്ല, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ എസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എടുക്കാം? 0 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ut അല്ലേ? യു എന്ന് പറയുന്നത് എന്തായിരുന്നു? യു സൈൻ തീറ്റ. ഇനിഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റ. ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ ക്യാപിറ്റൽ ടി എടുത്തു. g മൈനസ് ആണ്, അതുകൊണ്ട് നമ്മൾ ആദ്യമേ മൈനസ് കൊടുത്തിട്ട് ഹാഫ് gt സ്ക്വയർ എന്ന് എഴുതി. ഹാഫ് gt സ്ക്വയറിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. സൈൻ തീറ്റ ഇൻറ്റു ടി ആണ്. ടി സ്ക്വയറും ടിയും കൂടി കട്ടായി പോവും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? ടി ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ഈ ജി താഴേക്ക് വരും. 2u സൈൻ തീറ്റ ബൈ ജി. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാനുള്ള ഇക്വേഷൻ ഏതാ? ടു യു സൈൻ തീറ്റ ബൈ ജി. ഇവിടെ എപ്പോഴും നോട്ട് ചെയ്തോണം, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. കാരണം സെയിം ഹൊറിസോണ്ടൽ ലെവലിൽ തന്നെയാണ് ഈ ഓബ്ജക്റ്റ് വന്ന് വീഴുന്നത്. ഹൊറിസോണ്ടൽ ലെവലിന് മാറ്റമൊന്നും വരുന്നില്ല. വെർട്ടിക്കലി മാത്രമേ ഇത് മുകളിലോട്ട് മൂവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എന്തെടുത്തിരിക്കുന്നത്? ടി ഈക്വൽ ടു 2u സൈൻ തീറ്റ എസ് 0 എടുക്കും. ബാക്കി നമുക്ക് സോൾവ് ചെയ്യുമ്പം 2u സൈൻ തീറ്റ ബൈ ജി എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് അറിയാനുണ്ട്. മാക്സിമം റേഞ്ച് അറ്റൈൻ ബൈ ദി ഓബ്ജക്റ്റ്. മാക്സിമം റേഞ്ച്
മാക്സിമം റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിവിടെ വേണ്ടത് ഈ പ്രൊജക്റ്റയിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു, ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ നമുക്കിവിടെ നോട്ട് ചെയ്യേണ്ടത് വെർട്ടിക്കലായിട്ട് ഈ ഹൈറ്റ് ഉണ്ടെങ്കിലും ഇത് പിന്നെയും തിരിച്ച് ഈ ലെവലിൽ തന്നെ ഇത് തിരിച്ചെത്തുകയാണ് അല്ലേ. മുകളിലോട്ട് പോയിട്ട് ഇതേ ലെവലിൽ തന്നെ തിരിച്ചെത്തുകയാണ്. അപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റും ഫൈനൽ പോയിന്റും എവിടെ തന്നെയാണ്? ഈ ഗ്രൗണ്ട് ലെവൽ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ S=0 എടുത്തത്. ഇനി ഹൊറിസോണ്ടലായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് എറിയുന്ന ഓബ്ജക്റ്റ് ഇവിടെ വന്ന് വീഴുകയാണ്. എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ് അവിടെ? 6 ആണ്. R നമുക്കറിയാം ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഇനി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ എന്തെടുക്കും? ഹൊറിസോണ്ടൽ വെലോസിറ്റി എടുക്കും. u cos θ ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് t. അതായത് ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ u cos θ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് t എന്നെടുത്തു. ദാറ്റ് ഈക്വൽ ടു u cos θ ഇൻറ്റു t ആരായിരുന്നു? 2u sin θ ബൈ g ആണ്. u ഇൻറ്റു u സ്ക്വയർ വരും. 2 sin θ cos θ ബൈ g എന്ന് വരും. ദാറ്റ് ഈക്വൽ ടു u സ്ക്വയർ 2 sin θ cos θ എന്ന് പറയുന്നത് sin 2θ ആണ്. sin 2θ ബൈ g എന്ന് വരും. റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ u സ്ക്വയർ sin 2θ ബൈ g ആണ്. ഇനി R മാക്സിമം ഒരു എക്സ്ട്രാ പോയിന്റ് ആണ് പറയുന്നത്. എക്സ്ട്രാ പോയിന്റ് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. R മാക്സിമം എന്ന് പറയുന്നത് ഇതിന് കിട്ടുന്ന മാക്സിമം വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. u സ്ക്വയർ ബൈ g ആണ്. g കോൺസ്റ്റന്റ് ആണ്. ഇത് നമ്മൾ കൊടുക്കുന്ന ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഇനി ഈ sin 2θ എന്ന് പറയുന്നതിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. നമുക്കറിയാം സൈൻ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. എന്ന് വെച്ചാൽ sin 2θ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ sin 2θ ഈക്വൽ ടു 1 വരണമെങ്കിൽ 2θയുടെ വാല്യൂ എന്തായിരിക്കണം? 90 ആയിരിക്കണം. കാരണം sin 90 അല്ലേ 1. അങ്ങനെയെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കണം? 45. 2θ ഈക്വൽ ടു 1 വരണമെങ്കിൽ 2θ 90 ആയിരിക്കണം. 2θ 90 ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? 45 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് R മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ 1 ആണ്. ഇത് ഫുൾ 1 ആകുമ്പം നമുക്ക് R മാക്സിമം ഈക്വൽ ടു u സ്ക്വയർ ബൈ g എന്ന് കിട്ടും. അപ്പോൾ R മാക്സിമം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് u സ്ക്വയർ ബൈ g ആണ്. ഇനി അതിനുള്ള കണ്ടീഷൻ എന്താണ്? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി ആയിരിക്കണം. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി ആയിരിക്കണം. ഇവിടെ കിട്ടിയോ? സാധാരണ മാക്സിമം റേഞ്ച് അല്ലെങ്കിൽ റേഞ്ച് ചോദിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ റേഞ്ച് എന്ന് ചോദിക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം റേഞ്ച് എന്നും കൂടി ചോദിക്കാറുണ്ട്. മാക്സിമം റേഞ്ച് വരണമെങ്കിൽ തീറ്റയുടെ വാല്യൂ 45 ഡിഗ്രി ആയിരിക്കണം. അതുപോലെ ഇവിടുത്തെ നോട്ട് ചെയ്യേണ്ട വേറൊരു പോയിന്റ് കൂടിയാണ്. ഇതിനകത്ത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ 0 ആണ്. മാക്സിമം ഹൈറ്റ് h ആണ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് 6 ആണ്. അതുപോലെ നേരത്തെ പറഞ്ഞ കാര്യം വെലോസിറ്റി ചേഞ്ച് ചെയ്യാതിരിക്കുന്നത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്, കോസ് കമ്പോണൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രൊജക്ടൈലിനകത്ത് നോട്ട് ചെയ്താൽ മതി. ജസ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എക്സാമിന് വേണ്ടുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് ഇനി കൂടുതൽ വീഡിയോസ് നമുക്ക് കാണാം. താങ്ക് യു.